ലാൽ സാർ അനിയനെ പോലെ കാണുന്ന ഒരു പട്ടാളക്കാരൻ. ഈ പട്ടാളക്കാരന്റെ വൈഫ് നിൽക്ക് ബാക്കി ഞാൻ പറയാം. ഈ പട്ടാളക്കാരനൊരു പ്രഗ്നന്റ് ആയ വൈഫ് ഉണ്ട്. കാസർഗോഡുകാരെക്കാളും നന്നായിട്ട് മലയാളം പറയുന്ന മെയിൻ പാക് വില്ലന് പിന്നെ കുറച്ച് പാകിസ്ഥാൻ ടെററിസ്റ്റുകളും. കഥയുടെ ഒരു പ്രത്യേക ഫേസ് എത്തുമ്പോൾ ഈ പട്ടാളക്കാരൻ മരിക്കുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് ലീക്കായിരുന്നു. അണ്ടി ഇതിനല്ല ശബ്ദങ്ങളായിട്ട് പണി വെക്കുന്നത്. അല്ല ലാൽ സാർ ഇപ്രാവശ്യം കുറച്ച് ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ഡേറ്റ് എന്നതിന് ഫാൻസാർ പിള്ളേരൊക്കെ ഇളക്കി നിൽക്കാൻ ട്വിറ്ററിൽ ബോയ്ക്കോട്ട് മേജർ രവി എന്നുള്ള ക്യാമ്പയിനൊക്കെ ഉണ്ട്. എന്തിന് എമ്പുരാൻ സമയത്ത് പറഞ്ഞൊന്നും ഓർമ്മയില്ല. അത് ഞാൻ പോസിറ്റീവ് റിവ്യൂ അല്ലേ പറഞ്ഞു. അത് കഴിഞ്ഞ് തിയേറ്ററിൽ തന്നെ രാജുമോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ രാജുവിന് ഭാഗ്യം വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രാവിലെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റും. ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വൈകുന്നേരം പിന്നെ കുറെ കോൾസ് ഒക്കെ വന്നപ്പോ എന്താണ് എന്താണ് എനിക്ക് പിടിക്കുന്നത്. ഞാൻ ആദ്യം എല്ലാം കുറെ പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞ ലാലേട്ട എമ്പുരാൻ കണ്ടിട്ടില്ല? ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. അത് വൈകുന്നേരം സിനിമയായിട്ട് കാണാൻ കഴിയില്ല. സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ എഴുതാനൊന്നും പറ്റില്ല സാർ. സോറി. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാൻ. അപ്പൊ ഒരു സമുദായത്തിനെയും നമ്മൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എന്റെ സിനിമയ്ക്കകത്ത് എന്തെല്ലാം കാണിച്ചു. പക്ഷെ ആരെങ്കിലും ഞാൻ വ്രണപ്പെടുത്തിയിട്ടില്ല. ഈ മാപ്പിളമാരെ ഒന്നും ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റണ്ട. പെടുത്തില്ല ഞാനത്. ഇയാളെ അങ്ങ് താഴെ നിന്നാ മതി. ശുദ്ധീകരണം തനിക്കൊക്കെ തന്നെ മുണ്ടും കൊറിയിട്ട് അമ്പലത്തിൽ കയറാൻ അനുവാദം കിട്ടിയിട്ട് അധികം കാലവും ചരിത്രമൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഒരു വർഗീയതയില്ലാത്ത ഒരു യഥാർത്ഥ പച്ചയായ മനുഷ്യൻ. Dr. Banner, now might be a really good time for you to get angry. That's my secret, Cat. I'm always angry. ഒരു യഥാർത്ഥ പച്ചയായ മനുഷ്യൻ. എനിവേ താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നിർത്തുന്നു. കുറേ സമയമായി.